ഈശോയുടെ ധന്യനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മാനവകുലത്തെ ഒന്നടങ്കം പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഡിസംബറിലെ കുളിരുള്ള രാത്രിയിൽ ഉണ്ണിയേശു പിറന്നു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടി പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെ പാടി: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. വർഷങ്ങളുടെ കുത്തൊഴുക്കിൽപ്പെട്ട് മഞ്ഞു പെയ്യുന്ന ഒരുപാട് ഡിസംബർ മാസങ്ങളും രാത്രികളും പിന്നിട്ടിട്ടും ആ ഗീതത്തിന് മാറ്റമൊന്നും ഉണ്ടായില്ല. വെളിച്ചത്തിന്റെ ഭൂമിയിൽ ഇരുളു വീഴുമ്പോഴും മാലാഖന്മാർ പാടിയ ആ വാഴ്ത്തിന് ഒരു മാറ്റവും ഇന്നേ വരെ ഉണ്ടായില്ല. സന്മനസ്സുള്ളവർക്ക് സമാധാനം. എന്താണ് സന്മനസ്? അതിൻ്റെ അർത്ഥം വളരെ ലളിതമാണ്: നല്ല മനസ്സ്. അതിനുമുപരി മറ്റുള്ളവന്റെ തിന്മ ആഗ്രഹിക്കാത്ത മനസ്സ്. മംഗളവാർത്തയ്ക്ക് സമ്മതം മൂളിയപ്പോൾ മറിയം അനുഗ്രഹമുള്ളവളായി. കൃപയും സമാധാനവും നിറഞ്ഞ ആശംസകൾ അവളിലേക്ക് വന്നു ചേർന്നു. മറിയത്തെ ഉപേക്ഷിക്കാതിരിക്കാൻ സന്മനസ് കാണിച്ചപ്പോൾ യൗസേപ്പ് പിതാവ് ദൈവപുത്രന്റെ വളർത്തു പിതാവായി. കിഴക്ക് വെള്ളി നക്ഷത്രം കണ്ടു പുറപ്പെട്ട പൂജ രാജാക്കന്മാർക്കും സമാധാനവും സന്തോഷവും തന്നെ. അസമാധാനം ഉണ്ടാകാവുന്ന വഴിയും നിർദ്ദേശങ്ങളും പാടെ നിരാകരിച്ച് ദൈവവഴിയെ നിറഞ്ഞ ഭക്തിയിലാറാടി അവർ തിരികെ നടന്നു. ആ രാത്രി തന്നെ ഉണ്ണിയേശുവിനെ കാണാൻ പുറപ്പെടാൻ സന്മനസ് കാണിച്ച ഇടയവൃന്ദത്തിനും മാലാഖമാർ പാടിയ സമാധാന സമ്പൂർത്തി ലഭിക്കുന്നു. എന്നാൽ യൂദയായിൽ ഒരു രാജാവ് ജനിച്ചുവെന്ന് അറിഞ്ഞു കേട്ട ഹെരോദേസ് ആകട്ടെ അസ്വസ്ഥനായി. ജെറുസലേം മുഴുവനിലും അസമാധാനം സൃഷ്ടിക്കുവാനും യഥേഷ്ടം അദ്ദേഹത്തിന് സാധിച്ചു. 2 വയസ്സിൽ താഴെയുള്ള എല്ലാ ആൺകുട്ടികളും കൊല്ലപ്പെടുവാൻ സമാധാനം ഇല്ലാത്തവന്റെ മനസ്സ് കൽപ്പിക്കുകയാണ്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞിരുന്ന നീതിമാനും ദൈവഭക്തനുമായ ശിമിയോനും കർത്താവിന്റെ അഭിഷിക്തനായ ഉണ്ണിയേശുവിനെ കയ്യിലെടുത്തു ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയുന്നതും സമാധാനത്തിൽ ഈ ദാസനെ വിട്ടയക്കണമേ എന്നാണ്. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഫനുവേലിന്റെ പുത്രിയും ആശേർ വംശജയുമായ അന്നാ പ്രവാചികയ്ക്കും നിറഞ്ഞ സന്തോഷവും സമാധാനവും തന്നെ. ദൈവത്തെ സ്തുതിക്കുന്നു. ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെ കുറിച്ച് സംസാരിക്കുന്നു. 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ വയസ്സൊന്നുകൂടി നാം ഒന്ന് കേൾക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ ഉറപ്പിച്ച് മനസ്സിലിരുത്തി വായിക്കുക. 84 വയസ്സിലും ദേവാലയം വിട്ടുപോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു അന്നാ പ്രവാചിക. പ്രിയപ്പെട്ടവരെ, അവരും ആ ദേവാലയത്തിൽ എത്തിയവരോടെല്ലാം ഉണ്ണിയേശുവിനെ കുറിച്ച് സംസാരിക്കുന്നു. നാമും അസമാധാനത്തിന്റെയും അശാന്തിയുടെയും തീരങ്ങളിലാണോ? നമ്മുടെ ഹൃദയത്തിലും ദേവാലയം വിട്ടുപോകാതെ പ്രാർത്ഥനാ നിർഭരമായ ദൈവാനുഭവമുണ്ടോ? രക്ഷയ്ക്കായി നൽകപ്പെട്ട ഏകനാമമായ ഈ ശിശുവിനെ യേശുനാമത്തെക്കുറിച്ച് എല്ലാവരോടും അന്നാ പ്രവാചികയെ പോലെ പറയാൻ തൽപരരാണോ നാം? രക്ഷ കണ്ട കണ്ണും മനസ്സും ഭാവനയും നമ്മിൽ അഭിഷേകം നിറയ്ക്കുന്നുണ്ടോ? പരിശുദ്ധാത്മ കൃപയിലാണോ നാം? നമ്മുടെ ജീവിതത്തിന്റെ വയലേലകളിൽ സന്മനസ് കാണിക്കാൻ തയ്യാറാകാത്തവരാണോ നമ്മൾ? സന്മനസ്സുള്ളവരുടെ കൂടെ താമസിക്കുമ്പോഴും അസമാധാനം ഉണ്ടാക്കുന്നവരാണോ നാം? ഈ ഒരു ഓർമ്മപ്പെടുത്തൽ ഈ ക്രിസ്തുമസ് ഒരുക്ക നാളുകളിൽ നമ്മുടെ സജീവ സ്മരണയ്ക്ക് വയ്ക്കാം. അതെ, സന്മനസ്സുള്ളവർക്കുണ്ടാകട്ടെ സമാധാനം. സമാധാനം ഒരു സന്ദേശമല്ല, അത് ഒരു ജീവിത ശൈലിയാണ്. ആ ജീവിതം ഈ ക്രിസ്തുമസിൽ നമുക്ക് പുനരാരംഭിക്കാം. ഏവർക്കും സമാധാനത്തിൻ്റെ സന്മനസ്സിൻ്റെയും ആശംസകൾ നേരുന്നു. ആമേൻ.